Hi dears, welcome to Tasty Tour. ഇന്ന് നമുക്ക് ക്യാരറ്റ് വെച്ചൊരു ഈസി ഡെസേർട്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് ക്യാരറ്റ് എടുക്കാവുന്നതാണ്. ഈ ഒരു ഡെസേർട്ട് നമുക്ക് ഓറഞ്ച് വെച്ചുണ്ടാക്കിയാലും നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ബീട്രൂട്ട്, പൈനാപ്പിൾ ഇതൊക്കെ വെച്ചുണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ ഡെസേർട്ടാണത്. അപ്പോൾ ഞാനതെല്ലാതും ഇതുപോലെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളത്തിൽ നമുക്ക് ക്യാരറ്റ് വേവിച്ചെടുക്കാം. ക്യാരറ്റ് വെന്ത വെള്ളം നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതി. ക്യാരറ്റ് നല്ലവണ്ണം വെന്തതിന് ശേഷം നമുക്കത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം ക്യാരറ്റ് വെന്ത് കിട്ടണം. മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി. ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ക്യാരറ്റ് നമുക്ക് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് വെച്ച് കണ്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ക്യാരറ്റ് നന്നായിട്ട് വെന്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. നല്ല ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഞാൻ നല്ലവണ്ണം മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി നമ്മൾ ക്യാരറ്റ് വേവിച്ചെടുത്ത ഈ ഒരു സ്റ്റോക്കിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കറക്റ്റ് 3 ടേബിൾ സ്പൂൺ അളന്നിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും തരിയില്ലാത്ത രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ. ഇനി നമുക്ക് അരച്ചെടുത്ത ക്യാരറ്റ് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കോൺഫ്ലോർ മിക്സും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് റെഡിയാക്കിയിട്ടെടുക്കാൻ. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകിയ ഒരു ഹലുവ രൂപത്തിലായിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നന്നായിട്ട് കുറുകി നല്ലൊരു ഹലുവ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട് ഇത് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ലൊരു ഹലുവ രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് കൂടുതൽ ടൈം എടുത്ത് പാനിൽ നിന്നൊക്കെ വിട്ടു പോരുന്ന രീതിയിലാവണ വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് പകർത്താം. ഏകദേശം ഒരു 6-7 മണിക്കൂറെങ്കിലും ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 6-7 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതായിട്ട് തണുപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചോ അല്ലെങ്കിൽ ഒരു മൂടി, ഇതിൻ്റെ സെയിം മൂടി വെച്ചോ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം.
ഇപ്പം നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6-7 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രം ഇത് തുറന്ന് എടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. കുറച്ച് ഭംഗിക്കും കുറച്ച് നല്ല ഫ്ലേവറിനും കൂടി വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങ നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇതുകൂടി നമുക്ക് ഈ ക്യാരറ്റ് പീസസിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ സ്വീറ്റ് നിങ്ങളെല്ലാവരും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്